ഹായ് ചിൽഡ്രൻ, നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി ടെക്സ്റ്റ് ബുക്ക് ആൻ ഏലിയൻ ഹാൻഡ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ലെസൺ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കാൻ പോകുന്നത്. ആ പാഠത്തിൻ്റെ പേര് ബ്രിങ്ങിങ് അപ്പ് കാരി എന്നായിരുന്നു. അതിൽ കാരി എന്ന് പറയുന്നത് ഒരു ആനക്കുട്ടിയുടെ കഥയാണ്. അതിൻ്റെ ലെസൺ ഓൾറെഡി ഞാൻ ജിബീസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ചാനലിൽ അതിൻ്റെ ലെസൺ ഉണ്ട്. അപ്പോൾ ആദ്യം അത് കാണാം, അത് കഴിഞ്ഞ് അത് മലയാളത്തിൽ തന്നെയാണ്. മലയാളത്തിൽ മൊത്തം ലെസൺ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ എൻക്ലോഷർ ഇൻ വിച്ച് കാരി ലിവ്ഡ് had a thatched roof that lay on thick tree stumps. Examine the illustration of Kari's pavilion and say why it was built that way. അപ്പോൾ എൻക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഉള്ളിലാണോ കാരി ജീവിച്ചുകൊണ്ടിരുന്നത്, ആ അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു റൂഫാണ്, താച്ച്ഡ് റൂഫ്. അതിൻ്റെ തൂണുകളെന്ന് പറയുന്നത് ട്രീ സ്റ്റംസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. മരത്തിൻ്റെ തൂണുകളുണ്ട്, നല്ല വണ്ണമുള്ള തൂണുകളുണ്ട്. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷൻ, ഈ എക്സ്പ്ലനേഷൻ, അതിൻ്റെ കോഡിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട്, കാരിൻ്റെ പവലിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വൈ ഇറ്റ് വാസ് ബിൽറ്റ് ദാറ്റ് വേ, എന്തുകൊണ്ടായിരിക്കും ആ കോഡ് അങ്ങനെ ഉണ്ടാക്കിയത്? അപ്പോൾ അതിൻ്റെ ആൻസർ: ദ thatched റൂഫ് ഓഫ് ദ പവലിയൻ ഇൻ വിച്ച് കാരി ലിവ്ഡ് റെസ്റ്റഡ് ഓൺ തിക്ക് ട്രീ സ്റ്റംസ്. ആ thatched റൂഫ് എന്ന് പറയുന്നത് അതിൻ്റെ മേൽക്കൂര വണ്ണമുള്ള മരങ്ങളുടെ തടീൻ്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദാറ്റ് ദ റൂഫ് വുഡ് നോട്ട് ഫാൾ വെൻ കാരി ബംപ്ഡ് അഗെയിൻസ്റ്റ് ദ പോൾസ് ആസ് ഹി മൂവ്ഡ് അറൗണ്ട്. കാരി ആനക്കുട്ടി ആ പവലിയൻ്റെ ഉള്ളിൽ, ആ ആനക്കൂടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിൻ്റെ ബാക്ക് ഏതെങ്കിലും തൂണിൽ തട്ടിയാൽ പോലും ആ മുകളിലുള്ള റൂഫ് താഴെ വീഴരുത്. അതുകൊണ്ടാണ് ഇത്ര നല്ല വണ്ണമുള്ള മരത്തിൻ്റെ തടി കൊണ്ട് നല്ല ബലത്തിൽ ആ കൂടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഡിഡ് കാരി എൻജോയ് ഹിസ് മോർണിംഗ് ബാത്ത് ഇൻ ദ റിവർ? ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ. കാരി നദിയിൽ രാവിലെ എന്നും കുളിക്കാൻ കൊണ്ടുപോകും കാരിയെ, ആനക്കുട്ടിയെ. അപ്പോൾ ആ കുളി കാരി ഇഷ്ടപ്പെട്ടിരുന്നോ, എൻജോയ് ചെയ്തിരുന്നോ, ആസ്വദിച്ചിരുന്നോ? ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരത്തിനുള്ള ആൻസറും കൂടി കൊടുക്കണം. അപ്പോൾ യെസ്, കാരി എൻജോയ്ഡ് ഹിസ് മോർണിംഗ് ബാത്ത് ഇൻ ദ റിവർ. കാരി രാവിലെയുള്ള ആ നദിയിലുള്ള കുളി ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു. കാരി ലേ ഫോർ എ ലോങ് ടൈം ഇൻ ദ റിവർ ആൻഡ് ഓൺ ദ സാൻഡ് ആൻഡ് ഹിസ് ഫ്രണ്ട് ദ ഓതർ rubbed his back with sand of the river. Also, Kari would squeal with pleasure when his friend rubbed water down his back. From these, we can say that Kari enjoyed his bath in the river. Yes, Kari enjoyed ചെയ്തിരുന്നു. Kari lay there in the river, in the water for a long period of time. Long time in the river. ഒരുപാട് സമയം ആ നദിയിൽ കാരി കിടക്കുമായിരുന്നു, വെള്ളത്തിൽ കിടക്കുമായിരുന്നു. ആൻഡ് ഓൺ ദ സാൻഡ്, ആ നദീൻ്റെ കരയിലുള്ള മണലിലും വെള്ളത്തിലും മണലിലും ഒക്കെ ഒരുപാട് നേരം കിടക്കുമായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട് ദി ഓതർ എന്ന് പറയുന്നതാണ് ആ കാരിയുടെ, ആനക്കുട്ടിയുടെ ഫ്രണ്ട്, ആ ആനക്കുട്ടിയെ നോക്കുന്ന ആൾ. റബ് ഹിസ് ബാക്ക് വിത്ത് സാൻഡ് ഓഫ് ദ റിവർ. റിവറിലെ മണലുകൊണ്ട്, ആ പുഴയിലെ മണലുകൊണ്ട് ആ കാരിയുടെ മേത്തൊക്കെ ഉരച്ചു റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എന്താണ്, ഓൾസോ കാരി വുഡ് സ്ക്വീൽ വിത്ത് പ്ലഷർ. ആനന്ദം കൊണ്ട്, ആ ഒരു സുഖം കൊണ്ട് മൂളും, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്നൊക്കെയാണ് പറയുന്നത്. വെൻ ഹിസ് ഫ്രണ്ട് റബ്ഡ് വാട്ടർ ഡൗൺ ഹിസ് ബാക്ക്, വെള്ളം കൊണ്ട് റബ്ബ് ചെയ്ത് കുളിപ്പിക്കുമ്പോൾ കാരിക്ക് ഭയങ്കര ആനന്ദമാണ്, ഭയങ്കര ഇഷ്ടമാണ്. And from these we can say that Kari enjoyed his bath in the river. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പറയാം കാരി ആ നദിയിലുള്ള കുളി ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ഫൈൻഡിങ് ഗുഡ് ട്വിക്സ് ഫോർ Kari took a long time. Why?
നല്ല ട്വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ കൊമ്പുകൾ. കാരിക്ക് തിന്നാനായിട്ട് ഈ മരക്കൊമ്പുകൾ, നല്ല മരക്കൊമ്പുകൾ കിട്ടാനായിട്ട് ഒത്തിരി സമയമെടുത്തു. എന്തുകൊണ്ടാണ്? അപ്പോൾ കാരി ലൈക്ക് ടു ഈറ്റ് ഓൺലി മോസ്റ്റ് ഡെലിക്കേറ്റ് ആൻഡ് ടെൻഡർ ട്വിക്സ്. ഡെലിക്കേറ്റായ, നല്ല മൃദുവായ, വലിയ മൂക്കാത്ത ഇലകളുള്ള ബ്രാഞ്ചസാണ് കാരിക്കിഷ്ടം. ഹീ നീഡഡ് 16 kilograms of twigs every day. ഓൾമോസ്റ്റ് 16 കിലോഗ്രാമെങ്കിലും ഇങ്ങനെയുള്ള മരക്കൊമ്പുകൾ, ഇലകൾ കാരിക്ക് എല്ലാ ദിവസവും വേണമായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട് ഹാഡ് ടു ക്ലൈംബ് ഓൾ കൈൻഡ്സ് ഓഫ് ട്രീസ് ടു ഗെറ്റ് ട്വിഗ്സ് ആൻഡ് സാപ്ലിങ്സ് ഫോർ ഹിം. അപ്പോൾ ഇങ്ങനെ മരച്ചില്ലകൾ, ഇലകളൊക്കെ കിട്ടാനായിട്ട് ഈ ഓതറിന്, ഈ ഫ്രണ്ടിന് കുറേ മരങ്ങളിൽ കയറണമായിരുന്നു. ആൻഡ് ഓൾസോ കാരി വിൽ നോട്ട് ഈറ്റ് ട്വിഗ്സ് ദാറ്റ് ഗോട്ട് മ്യൂട്ടിലേറ്റഡ്. മ്യൂട്ടിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും കട്ട് ചെയ്യാണ്ട് ഡാമേജ് ആയ ശിഖരങ്ങളോ ഇലകളോ ഒന്നും കാരി തിന്നില്ലായിരുന്നു. ഹെൻസ് കളക്ടിങ് ഗുഡ് ട്വിഗ്സ് ഫോർ കാരി ടുക്ക് ലോങ് ടൈം. അതുകൊണ്ടാണ് കാരിക്ക് വേണ്ടിയിട്ട് നല്ല ഇലകൾ, നല്ല ബ്രാഞ്ചസ്, നല്ല മരക്കൊമ്പുകൾ, ഇലകളുള്ള മരക്കൊമ്പുകൾ കളക്ട് ചെയ്യാനായിട്ട് സമയം കൂടുതൽ വേണ്ടി വന്നത്. വൈ ഡിഡ് കാരി പുഷ് ഹിസ് ഫ്രണ്ട് ഇൻ ടു ദ സ്ട്രീം? എന്തിനാണ് കാരി, ഈ ആനക്കുട്ടി, ആ ഫ്രണ്ട്, ആ ഓത്തറിനെ ഒഴുക്ക് വെള്ളത്തിലോട്ട് വലിച്ചിട്ടത്? കാരി pushed his friend, the author, into the stream because he himself could not pull out the drowning boy from the riverbed. ആ റിവറിൻ്റെ റിവറിലെ ഒരു കൊച്ചു താഴോട്ട് മുങ്ങിപ്പോവുമായിരുന്നു വേറൊരു കുട്ടി, ഒരു ആൺകുട്ടി. ആ കുട്ടിയെ ഒറ്റയ്ക്ക് ഈ കാരിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓത്തറിനെയും ആ വെള്ളത്തിലോട്ട് തള്ളിയിട്ടത്. എന്താന്ന് പറഞ്ഞാൽ ഓത്തറും ഇവർ രണ്ടുപേരും കൂടി ആ ആൺകുട്ടിയെ, ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൺകുട്ടിയെ ആ നദീൻ്റെ അടിത്തട്ടിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കാരി വാസ് ലൈക്ക് എ ബേബി. വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് കമ്പാരിസൺ? മെയിൻ എന്നാണ്, MAIN, മെയിൻ പോയിൻറ്റ്സ് ഓഫ് കമ്പാരിസൺ. കാരി ഒരു ബേബിയെ പോലെയായിരുന്നു, ഒരു ചെറിയ കുട്ടിയെ പോലെയായിരുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ അതിനെ സപ്പോർട്ടിങ് ആയിട്ടുള്ള കമ്പാരിസൺ എന്തൊക്കെയാണ് ഈ നമ്മുടെ ടെക്സ്റ്റിൽ, ലെസണിൽ കൊടുത്തിരിക്കുന്നത്? ദ ഓത്തർ കമ്പയർസ് കാരി വിത്ത് എ ബേബി. ബേബിയായിട്ടാണ്, ഒരു കുട്ടിയെ പോലെയാണ് കാരിയെ അതുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഹിസ് കോൾ വാസ് മോർ ലൈക്ക് ദാറ്റ് ഓഫ് എ ബേബി ദാൻ എൻ എലിഫൻറ്റ്. ഒരു എലിഫൻറ്റിന്, ആനയെ പോലെയല്ല കാരി കരയുന്നതും നിലവിളിക്കുന്നതും. അതൊരു ബേബിയെ പോലെയായിരുന്നു കരയുന്നത്, ബേബിയെ പോലെയായിരുന്നു വിളിക്കുന്നത്, അതായത് നിലവിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു കാരണം. ഹി ഹാഡ് ടു ബി ട്രെയിൻഡ് ടു ബി ഗുഡ് ലൈക്ക് എ ബേബി. ഹി ഹാഡ് ടു ബി ട്രെയിൻഡ് ടു ബി ഗുഡ് ലൈക്ക് എ ബേബി. ഒരു ബേബിയെ, ഒരു കുട്ടിയെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ആനക്കുട്ടിയെയും ട്രെയിൻ ചെയ്യണമായിരുന്നു. അപ്പോഴും അതും ഒരു കമ്പാരിസനാണ്. ഇഫ് ഹി വാസ് നോട്ട് ടോൾഡ് വെൻ ഹി വാസ് നോട്ടി, ഹി വാസ് അപ് ടു മോർ മിസ്ചീഫ്. അപ്പോൾ ആ ആനക്കുട്ടി അവൻ വികൃതി കാണിക്കുമ്പോൾ അവനോട് പറഞ്ഞില്ലെങ്കിൽ, അവനെ സ്കോൾഡ് ചെയ്തില്ലെങ്കിൽ അവൻ പിന്നെയും ഒരുപാട് നോട്ടിയായിട്ട്, വികൃതിയായിട്ട് പിന്നെയും ബിഹേവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും കുട്ടി വികൃതി കാണിക്കുമ്പോൾ സ്കോൾഡ് ചെയ്യുന്ന പോലെ ഈ ആനക്കുട്ടിയും സ്കോൾഡ് ചെയ്യണം. അതൊരു വേറൊരു കമ്പാരിസൺ. ഹി അണ്ടർസ്റ്റുഡ് വേർഡ്സ് ലൈക്ക് ചിൽഡ്രൻ ഡു. കുട്ടികൾക്ക് മനസ്സിലാവുന്ന വാക്കുകൾ പോലെ ആ വാക്കുകൾ ഈ ആനക്കുട്ടിക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോഴും അതൊരു കമ്പാരിസനാണ്. ആൻഡ് ഹി ഹാഡ് ടു ബി ടോട്ട് വെൻ ടു സിറ്റ് ഡൗൺ. അപ്പോൾ ആനക്കുട്ടിയെ ഇത് പഠിപ്പിക്കണം, എപ്പോഴാണ് ഇരിക്കേണ്ടത്, വെൻ ടു വാക്ക്, എപ്പോഴാണ് നടക്കേണ്ടത്, വെൻ ടു വാക്ക് ഫാസ്റ്റ്, എപ്പോഴാണ് ധൃതിയിൽ പെട്ടെന്ന് നടക്കേണ്ടത്, ആൻഡ് വെൻ ടു വാക്ക് സ്ലോ, എപ്പോഴാണ് മെല്ലെ നടക്കേണ്ടത്. ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ്. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം ആനക്കുട്ടിയെയും ഈ ആനയെയും പഠിപ്പിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഓതർ ഈ കാരിയെ ഒരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ കമ്പാരിസൺസ്. കാരി ഹെൽപ്ഡ് ഹിംസെൽഫ് ടു all the bananas to get bananas in the house without anyone noticing it.
ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്? അപ്പോൾ ആരും കാണാതെ ഒരു സ്വന്തമായിട്ട് തന്നെ വീട്ടിലുള്ള എല്ലാ വാഴപ്പഴങ്ങളും അവനെടുത്തു. എങ്ങനെയാണ് അത് അവൻ ചെയ്തത്? കാരി സ്റ്റോൾ ബനാനാസ് യൂസിങ് ഹിസ് ട്രങ്ക് ഫ്രം ദ ടേബിൾ ഇൻ ദ ഡൈനിങ് റൂം. ഡൈനിങ് റൂമിലെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഈ വാഴപ്പഴം അവൻ മോഷ്ടിക്കുകയാണ് ചെയ്തത് അവൻ്റെ തുമ്പിക്കൈ കൊണ്ട് അവനത് മോഷ്ടിച്ചു. He used to put his trunk through the window of the dining room and disappeared with the bananas without anyone noticing it. അപ്പോൾ he used to put his trunk through the window. വിൻഡോൻ്റെ ഇടയിൽ കൂടെ, ജനലിൻ്റെ ഇടയിൽ കൂടെ ഇവൻ്റെ തുമ്പിക്കൈ ഇട്ടിട്ട് ആ ടേബിളിൽ വെച്ചിരിക്കുന്ന വാഴപ്പഴങ്ങൾ അവൻ എടുത്തിട്ട് അവിടുന്ന് മെല്ലെ മുങ്ങിക്കളയും. ഡിസപ്പിയേർഡ് വിത്ത് ബനാനാസ് വിത്തൗട്ട് എനിവൺ നോട്ടീസിങ് ഇറ്റ്. ആരും കാണാതെ തന്നെ അവൻ അവിടെ നിന്ന് കളഞ്ഞു കളയും. അങ്ങനെയായിരുന്നു അവൻ വാഴപ്പഴങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ചിരുന്നത്. കാരി ലേൺഡ്, 7th question, കാരി ലേൺഡ് ദ കമാൻഡ്സ് ടു സിറ്റ് ആൻഡ് വാക്ക്. വാട്ട് വെർ ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഈച്ച് കമാൻഡ്സ്? അപ്പോൾ കാരി ഇരിക്കാനും നടക്കാനും ഒക്കെ പഠിച്ചു. ആ കമാൻഡ്സ്, അതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഓർഡേഴ്സ് അതെല്ലാം അതിനനുസരിച്ച് അവൻ ഇരിക്കാനും നടക്കാനും ഒക്കെ പഠിച്ചു. വാട്ട് വെർ ദി ഇൻസ്ട്രക്ഷൻസ് ഫോർ ഈച്ച് കമാൻഡ്സ്? അപ്പോൾ ഈ ഓരോ കമാൻഡിനും ഇരിക്കാനും നടക്കാനും ഒക്കെ എന്തായിരുന്നു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നത്? ടു മേക്ക് ഹിം സിറ്റ്, ഇരിക്കാനായിട്ട് ഹിസ് ഫ്രണ്ട് പുൾ ഹിസ് ഇയർ ആൻഡ് സെഡ് ധാത്ത്. അപ്പോൾ അവൻ്റെ ചെവി പിടിച്ച് വലിച്ചിട്ട് പറയും ധാത്ത് എന്ന് പറയുമ്പോൾ അവൻ ഇരിക്കും. ടു മേക്ക് ഹിം വാക്ക്, നടക്കാനായിട്ട് ഹി പുൾഡ് ഹിസ് ട്രങ്ക് ഫോർവേഡ് ആൻഡ് സെഡ് മാലി. അപ്പോൾ അവൻ്റെ തുമ്പിക്കൈയിൽ പിടിക്കും, എന്നിട്ട് മുമ്പിലോട്ട് വലിച്ചിട്ട് പറയും മാലി എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ടിലോട്ട് നടക്കും. അപ്പോൾ ഇതായിരുന്നു കമാൻഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, ധാത്തും മാലിയും. ദെൻ 8th question, വാട്ട് ഈസ് മാസ്റ്റർ കോൾ? എന്താണ് മാസ്റ്റർ കോൾ? വൈ ഈസ് ഇറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് സിഗ്നൽ ഫോർ എൻ എലിഫൻറ്റ് ടു ലേൺ? എന്തുകൊണ്ടാണ് ഒരു ആനയ്ക്ക് ഈ മാസ്റ്റർ കോള് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്? അത് എന്തുകൊണ്ടാണ്? ദ മാസ്റ്റർ കോൾ ഈസ് എ സ്ട്രേഞ്ച് കോമ്പിനേഷൻ ഓഫ് ഹിസ്സിങ് ആൻഡ് ഹൗളിങ് സൗണ്ട്. ഒരു തരത്തിൽ മൂളലും അലറലും ആയിട്ടുള്ള ഒരു സൗണ്ട്. ഈ നമ്മുടെ പാമ്പ് ഊതുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെയും പിന്നെ ടൈഗർ മുരളുന്ന പോലെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സച്ച് സൗണ്ട്സ്. അപ്പോൾ ആ സൗണ്ട് വിച്ച് ഈസ് ടു ബി മെയ്ഡ് ഇൻ ദ എലിഫൻറ്റ്സ് ഇയർ. എലിഫൻറ്റിൻ്റെ ഇയറിൽ ഈ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ആനേനെ നയിക്കുന്ന ആൾ, ആ ആനയുടെ പാപ്പാൻ. അപ്പോൾ ഈ ആനയുടെ ചെവിയിൽ എങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കും? അപ്പോൾ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആനയ്ക്ക് മനസ്സിലാവും എന്തോ ഒരു തടസ്സമുണ്ട്, എന്തോ ഒരു ഡേഞ്ചർ ഉണ്ട്, എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോറിയിൽ പറയുന്നത് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സിഗ്നൽ ഫോർ എൻ എലിഫൻറ്റ് ടു ലേൺ ബിക്കോസ് ഇറ്റ് ഈസ് എ വേ ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെയിറ്റ് റൂട്ട് ടു ദ ഹൗസ് ഇഫ് ദ മാസ്റ്റർ ഈസ് ലോസ്റ്റ് ഇൻ ദ ഡാർക്ക്നെസ് ഓഫ് ദ ജംഗൽ. അപ്പോൾ ജംഗലിൽ ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുന്നില്ല, ദിക്കറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു മാസ്റ്റർ കോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെയൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആന സ്ട്രെയിറ്റ് ആയിട്ട് ആ വീട്ടിലോട്ടുള്ള സ്ട്രെയിറ്റ് റൂട്ട് കണ്ടുപിടിക്കും. ആ റൂട്ടിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം മാറ്റി ആ റൂട്ട് ക്ലിയർ ചെയ്ത് വീട്ടിലോട്ട് എത്തും. അപ്പോൾ ആ വീട്ടിലോട്ട് എത്താനുള്ള ആ ഒരു കോളാണ് മാസ്റ്റർ കോൾ. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേഗം എത്തണം. എവിടെയെങ്കിലും ട്രാപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ദിശ അറിയാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ ആന സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെ അവിടെ എന്തൊക്കെ തടസ്സമുണ്ടോ അതെല്ലാം മാറ്റിക്കൊണ്ട് വീട്ടിലോട്ട് എത്തും. അതിനെയാണ് മാസ്റ്റർ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഷെയറും ചെയ്യണം. ജിബീസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആ ചാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പാഠങ്ങളുടെ എല്ലാ മീനിങ്, മലയാളത്തിലുള്ള മീനിങ് അതിൽ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.